ജീവിതത്തിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻസൾട്ട് ആണെന്ന് പറയുന്ന ഡോക്ടർ സുബ്രഹ്മണ്യത്തിന്റെ വാക്കുകൾ പലർക്കും പ്രചോദനമായിരുന്നെങ്കിലും വെള്ളം എന്ന സിനിമയുടെ റിലീസിനും ഒരുപാട് മുൻപ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും സ്വന്തം വഴികളിലൂടെ മാത്രം നടന്നതിന് അഹങ്കാരിയെന്നും താന്തോന്നിയെന്നുമൊക്കെ പേരെടുത്ത ഒരു നടനായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ. സിനിമയോടുള്ള തൻ്റെ സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളും വിമർശനങ്ങളും പങ്കുവച്ച പൃഥ്വിരാജിനെ മലയാള സിനിമാ ലോകം കണക്കിന് കളിയാക്കി. മാധ്യമങ്ങളും അടങ്ങിയിരുന്നില്ല. ട്രോളുകളും വിമർശനങ്ങളും പുച്ഛവും പരിഹാസവും പൃഥ്വിരാജിനെ തളർത്തിയില്ല. സിനിമയെക്കുറിച്ച് പൃഥ്വിരാജിനുണ്ടായിരുന്ന കാഴ്ചപ്പാട് മലയാളിക്ക് മനസ്സിലായിരുന്നില്ല എന്നതാണ് വാസ്തവം എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് സ്വന്തം പേരിലെഴുതിയപ്പോൾ അത് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ കൂടിയായിരുന്നു പൃഥ്വിരാജ്. പൃഥ്വി സിനിമയെ സ്നേഹിക്കുകയും അതിലെ സാധ്യതകളെ തേടുകയും ചെയ്തു. അടുത്ത 10 വർഷം താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അയാൾക്ക് ധാരണയുണ്ടായിരുന്നു. മലയാളത്തിലെ താരങ്ങൾ സേഫ് സോണുകളിൽ നിന്ന് സിനിമകൾ ചെയ്തപ്പോൾ പൃഥ്വിരാജ് കൂടുതൽ വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ തേടി. 2005 കാണാ കണ്ടേൻ, 2006 പാരിജാതം തമിഴ് പൃഥ്വിരാജ് ചുവടുറപ്പിച്ചു. 2007 മൊഴിയും കണ്ണാമൂച്ചി ഏനടിയും. സിനിമയിൽ അരങ്ങേറി 10 വർഷം തികയും മുന്നേ തന്നെ മണിരത്നം എന്ന ലെജൻഡറി സംവിധായകന്റെ ഫ്രെയിമിലേക്ക് പൃഥ്വിരാജ് എന്ന നടൻ നടന്നുകയറി. ചിയാൻ വിക്രമനും ഐശ്വര്യ റായിക്കുമൊപ്പം രാവൺ എന്ന ചിത്രത്തിൽ പൃഥ്വി തൻ്റെ നടനം കൊണ്ട് അടയാളപ്പെടുത്തി. അതേ വർഷം തെലുങ്കിൽ പോലീസ് എന്ന പടവും പൃഥ്വി ചെയ്തിരുന്നു. 2012 ആദ്യമായി ഒരു മലയാളി ഹിന്ദി സിനിമയിൽ നായകനായെത്തി. അയ്യ എന്ന ചിത്രത്തിലൂടെ ആ നേട്ടം സ്വന്തമാക്കിയതും പൃഥ്വി തന്നെ. റാണി മുഖർജിക്കൊപ്പം പൃഥ്വിയുടെ ഒരു മാസ് മസാല എൻ്റർടൈനർ. പിന്നീട് ഔറംഗസീബ് എന്ന ചിത്രത്തിലും പൃഥ്വി വേഷമിട്ടു. 2011 പാൻ ഇന്ത്യൻ സിനിമകളൊന്നും മലയാളത്തിൽ അത്ര സജീവമായി ചർച്ചയാകാതിരുന്ന കാലത്ത് പൃഥ്വിരാജ് തൻ്റെ ആദ്യ പലഭാഷാ ചിത്രം നിർമ്മിച്ചു. ജനീലയും പ്രഭുദേവയും ആര്യയും വിദ്യാബാലനും നിത്യാമേനനും അങ്ങനെ താരനിബിഡമായ സന്തോഷ് ശിവൻ ചിത്രം ഉറുമി. കാവ്യതലൈവനും നാം ഷബാനയും സലാറും ഉൾപ്പെടെ വീണ്ടും അന്യഭാഷാ ചിത്രങ്ങളിൽ പൃഥ്വിരാജ് വേഷമിട്ടു. വമ്പൻ ഹിറ്റുകളായില്ലെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ സാധ്യതകളെ വളർത്താൻ പോന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു പൃഥ്വിരാജ്. സിനിമ കല മാത്രമല്ല, വ്യവസായം കൂടിയാണെന്നും അത് നല്ല കച്ചവടം നടക്കുന്ന വിപണിയാണെന്നും പൃഥ്വിരാജ് അതിനോടകം തിരിച്ചറിഞ്ഞിരുന്നു. മലയാള സിനിമയെ എങ്ങനെ ആ വിപണിയുടെ ഭാഗമാക്കാം എന്ന ചിന്തകൾക്കുള്ള മറുപടിയാണ് ആടുജീവിതം. പാൻ ഇന്ത്യൻ നിലയിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന തരത്തിലാണ് സിനിമയുടെ വരവ്. മുൻപ് ലൂസിഫറിന്റെ റിലീസ് വേളയിൽ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന പ്രൊമോഷൻസ് ഉൾപ്പെടെ നടത്തിയാണ് പൃഥ്വി തൻ്റെ ചിത്രത്തെ മാർക്കറ്റ് ചെയ്തത്. ദീർഘവീക്ഷണത്തോടെ സിനിമയെ സമീപിച്ച പൃഥ്വിയുടെ പഴയ അഭിമുഖങ്ങളിലൊക്കെ തന്നെ അയാൾ പറഞ്ഞു വയ്ക്കുന്നത് 10-20 വർഷം കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കുമെന്നാണ്. പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ നടപ്പാക്കിക്കൊണ്ട് ആ വാക്ക് പൃഥ്വിരാജ് പാലിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് മറ്റൊരു സുവർണ കാലഘട്ടം കൂടി തെളിയുകയാണ്.